ക്രിസ്തുമസിന് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടില്ലാണ്ട് ഒരു ക്രിസ്മസ് ഉണ്ടോന്ന് സംശയമാണ്. എല്ലാവരുടെയും സ്റ്റേറ്റസിലും സ്റ്റോറിയിലും ഒക്കെ കാണുന്ന ഒരു പാട്ടാണ്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. ഒരു പാട്ടും എൻ്റെ ജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റോറിയുണ്ട്. നനുത്ത കുളിരല നനച്ചരാവിൽ. അപ്പൊ ഇങ്ങനെയാണ് പാടേണ്ടത്. അത് പഠിക്കണം നന്നായിട്ട്. രാവിലെ തുടങ്ങുന്ന പാട്ടൊരു 10 മണി വരെ ആ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് ഒരു ജീവിതത്തിൽ ഒത്തിരി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പൈതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതനേ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. എൻ്റെ പേര് ഫാദർ ക്രിസ് സെബി എന്നാണ്. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ തേക്കുതോട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ അങ്കമാലി ഭദ്രാസനത്തിലെ ഏലൂർ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയായിട്ട് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നു. സംഗീതമാണ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല. അതുകൊണ്ട് തന്നെ സംഗീതം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൂടെ ഇങ്ങനെ പോകുന്നു. സ്വർലോകനാഥന്റെ തിരുപ്പിറവി, ഇതാണ് പാട്ട്. പാടിത്തരാം. നനുത്ത കുളിരല നനച്ചരാവിൽ. അപ്പൊ ഇങ്ങനെയാണ് പാടേണ്ടത്. അത് പഠിക്കണം നന്നായിട്ട്. വളരെ ചെറുപ്പം മുതലേ പാട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ ഗ്രാമമാണ് എൻ്റെ. സംഗീതം പഠിക്കുക എന്നൊക്കെയുള്ള ഒരു സാധ്യത വളരെ കുറവായിരുന്നു. ആ സമയത്ത് എൻ്റെ പപ്പ, എൻ്റെ പിതാവ് എനിക്കൊരു കീബോർഡ് മേടിച്ചു തന്നെ. യമഹയുടെ ഒരു കീബോർഡായിരുന്നു അത്. അത് വെച്ച് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഓരോ ടി വികളൊക്കെ കണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചിൻ്റെയൊക്കെ ഷാലോൺ TV, പവർ വിഷൻ അങ്ങനെയൊക്കെയുള്ള ചാനലുകളൊക്കെ നോക്കി അവിടെ എങ്ങനെയാണ് കീബോർഡ് വായിക്കുന്നത് എന്നൊക്കെ കേട്ട് അതിനനുസരിച്ച് രാത്രികളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കോഡൊക്കെ പിടിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കീബോർഡ് ചെറുതായിട്ടൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റി. പിന്നെ ഒപ്പം വലിയ സ്വപ്നമായിരുന്നു ഒരു സ്റ്റുഡിയോയിൽ കയറി പാടുക എന്നുള്ളത്. അതിങ്ങനെ രാത്രികളിലൊക്കെ ഇങ്ങനെ ഈ ഹെഡ്സെറ്റൊക്കെ വെച്ച് വോക്ക്മാൻ, അന്നത്തെ നമുക്കറിയാമല്ലോ, ആ വോക്ക്മാനൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ സ്വപ്നം കാണും. പ്രത്യേകിച്ച് സ്റ്റുഡിയോയുടെ ക്യാബിനിൽ കയറി പാടുന്നതും പാട്ടുകൾ എഴുതുന്നതും കമ്പോസ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പണ്ട് മുതലേ, ചെറുപ്പം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ദൈവകൃപയാൽ ഒന്നും ആയിട്ടില്ലെങ്കിൽ തന്നെയും ഇങ്ങനെ പാട്ടുമായിട്ട് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നു. ക്രിസ്മസിൻ്റെ ഒരു പാട്ടും എൻ്റെ ജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റോറിയുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ സൺഡേ സ്കൂൾ മത്സരങ്ങളുണ്ട്, കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പോൾ സബ് ജൂനിയർ ലെവലിൽ എനിക്ക് അന്ന് സോണൽ ലെവൽ പ്രൈസ് കിട്ടിയ ഒരു പാട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും പരിചിതമുള്ള ചിത്രചേച്ചി പാടിയ പൈതലാമേശുവേ എന്ന മനോഹരമായ ഗാനമാണ്. അതാണ് ആദ്യമായിട്ട് ഞാൻ ഒരു മത്സരത്തിന് പോയി പ്രൈസ് മേടിച്ചിട്ടുള്ള ഒരു പാട്ട്. തീർച്ചയായിട്ടും അത് തന്നെ ഞാനിപ്പോൾ പാടാം. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടെ ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ നമുക്ക് എൻ്റെ കൂടെ ഇത് സഹായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്. ഞാൻ ദീപുവിനെ ഒന്ന് വിളിക്കുകയാണ്. ഇതാണ് ദീപു. ഞങ്ങൾക്കൊരു ചെറിയ ബാൻഡൊക്കെ ഉണ്ട്. ക്രിസം മെലഡീസ് എന്നാണ് ആ ബാൻഡിൻ്റെ പേര്. ഞങ്ങൾ പാട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് തുടങ്ങിയ ഒരു ചെറിയ പ്രോഗ്രാം ഒക്കെയാണത്. അത് ദൈവകൃപയാൽ നന്നായിട്ട് പോകുന്നു. എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരു അനുജനാണ്, സ്നേഹിതനാണ് ദീപു. ദീപു അസാധ്യമായിട്ട് പിയാനോ കൈകാര്യം ചെയ്യും.
ഒലികാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുറക്കിടുവാൻ താലപ്പൊലികാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുറക്കിടുവാൻ താരാഗണങ്ങളാൽ ആഗതരാകുന്നു വാനാരൂപികൾ ഗായക ശ്രേഷ്ഠർ വാനാരൂപികൾ ഗായക ശ്രേഷ്ഠർ പൈതലാ യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതനേ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു ലാലലാ 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 ആഹാ 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 എൻ്റെ വീട്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പാട്ട് തുടങ്ങും. പാട്ടിങ്ങനെ പപ്പ ഒരുപാട് പാട്ട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അന്നത്തെ അക്കായുടെ സിസ്റ്റത്തിലൊക്കെ ഇങ്ങനെ കാസറ്റൊക്കെ ഇട്ട് രാവിലെ തുടങ്ങുന്ന പാട്ടൊരു 10 മണി വരെ ആ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് ഒരു ജീവിതത്തിൽ ഒത്തിരി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പപ്പയ്ക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പാട്ടുകളുടെ. ഹിന്ദി, തമിഴ്, മലയാളം എല്ലാ ലാംഗ്വേജിലുള്ള പാട്ടുകൾ പപ്പ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് കേൾക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പപ്പ നന്നായിട്ട് പാടുമായിരുന്നു. പക്ഷേ പപ്പ ഒരിടത്ത് പോലും പാടി ഞാൻ കണ്ടിട്ടില്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മാത്രം പപ്പ പാടി കണ്ടിട്ടുള്ളൂ. പക്ഷെ പപ്പ ഭംഗിയായിട്ട് പാടുമായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പപ്പായും മമ്മിയും എൻ്റെ സഹോദരങ്ങളുമൊക്കെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സംഗീതം പഠിക്കുന്നുണ്ട്. നമുക്കൊക്കെ പരിചയമുള്ള നമ്മുടെയൊക്കെ ഏറെ ഇഷ്ടമുള്ള ഓമനക്കുട്ടി ടീച്ചറിൻ്റെ കീഴിൽ ഇപ്പോൾ സംഗീതം അഭ്യസിക്കുന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ടീച്ചറുമായിട്ട് ഒന്ന് അടുത്ത് കാണുവാനും സംസാരിക്കുവാനും ഒക്കെ വലിയ ഭാഗ്യം കിട്ടിയ ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും ദൈവകൃപയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാനിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് പരിചിതമായിട്ടുള്ള പാട്ടുകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാടുമ്പോൾ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദയവായിട്ട് ക്ഷമിക്കണം. പാപികൾക്കു വേണ്ടി വാർത്തു നീ നെഞ്ചിലെ ചെന്നിണം നീതിമാൻ നിനക്കു തന്നതോ മുൾക്കിരീടഭാരവും സ്നേഹലോലമായി തലോടാം കാൽനഖേന്ദുവിൽ വിലോലം സ്നേഹലോലമായി തലോടാം കാൽനഖേന്ദുവിൽ വിലോലം നിത്യനായ ദൈവമേ കാത്തിടേണമേ കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ.
നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാം നിഷ്ഫലമാം ജീവനിൽ ദിവ്യമാരി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാം നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. ക്രിസ്തുമസിന് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടില്ലാണ്ട് ഒരു ക്രിസ്മസ് ഉണ്ടോന്ന് സംശയമാണ്. എല്ലാവരുടെയും സ്റ്റേറ്റസിലും സ്റ്റോറിയിലും ഒക്കെ കാണുന്ന ഒരു പാട്ടാണ് യഹൂദയായ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള പാട്ട്. ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. അത് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ അത് പാടാം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുവും രാവിൽ താരകരാജകുമാരിയോടു തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ വരുന്നത്, പുതിയ വർഷമാണ്. അച്ഛന് എന്താണ് പറയാൻ സന്ദേശം, ക്രിസ്മസ് സന്ദേശം ആണ് ഞങ്ങളുടെ ഉദ്ദേശം. ക്രിസ്തുവിൻ്റെ ജനനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ശാന്തിയും സമാധാനവുമാണ്. അത് നമ്മുടെ ഉള്ളിൽ ഈ സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ട്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ക്രിസ്തുമസ് അനുഗ്രഹമുള്ളതായിട്ട് മാറുന്നത്. എപ്പോഴും ക്രിസ്തു പിറക്കുന്നത് ഒരു എളിമയുടെ ഭവനത്തിലാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വിനയത്തിൻ്റെയും എളിമയുടെയും അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അതിനെ കൂടുതൽ മനസ്സിലാക്കി മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഉള്ളിലുള്ള സമാധാനത്തെ, ശാന്തിയെ ലോകത്തിന്, സമൂഹത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും അത് പകർന്നു കൊടുക്കുമ്പോൾ ഈ ക്രിസ്തുമസ് അനുഗ്രഹമുള്ളതായി മാറും. അതിന് മാറുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് വാക്കുകൾ നടത്തുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.